ഹായ് ഹലോ നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഒരുപാട് നാൾക്ക് ശേഷമാണ് കേട്ടോ ഇങ്ങനെ ഒരു വീഡിയോ കൊണ്ടുവരുന്നത്. അപ്പം ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ. ഒരു 8:30-8:45 തൊട്ട് ഒരു 10 മണി വരെയുള്ള വീഡിയോ ആണ് കേട്ടോ. രാവിലത്തെ ചെറിയൊരു വീഡിയോ ആണ്. കാരണം പിന്നെ ഞങ്ങൾ മാത്രമല്ലേ ഉള്ളൂ, പിന്നെ ഇവരിപ്പോൾ കിടന്ന് ഉറങ്ങും. അപ്പൊ ചെറിയൊരു ക്ലിപ്പ് എടുത്തിട്ടുണ്ട്, അത് ഒന്ന് കണ്ടിട്ട് വായോ. അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ അമർത്തുക. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പം ഇനി ഞങ്ങൾ പുതിയ വീഡിയോ ഒക്കെ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും കേട്ടോ. കൂടുതൽ ഷോർട്സ് ആയിരിക്കും, ഇവരെയും വെച്ചിട്ടെടുക്കാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടാണ് കേട്ടോ. അപ്പം നമുക്ക് വീഡിയോ കണ്ടിട്ട് വരാം. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞ് പിന്നെ കുളിക്കുന്നതും ഭക്ഷണം കൊടുക്കുന്നതും ഒന്നും എടുത്തിട്ടില്ലായിരുന്നു കേട്ടോ. രാവിലെ 2 പേരും ഭയങ്കര കളിയിലാണ് കേട്ടോ. മോൻ എന്ന ഏട്ടന് ബ്രദർ വണ്ടിയിലൊക്കെ കൊണ്ടുപോയി കറങ്ങാൻ കൊണ്ടുപോയിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. പിന്നെ മോള് പിന്നെ തനിയെ ഇരുന്ന് കളിച്ചോളും. പിന്നെ വന്നിട്ടുള്ള കളിയാണ് കേട്ടോ ഇത്. രാവിലെ കുറച്ച് നേരമൊക്കെ 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകും. പിന്നെ കൂടുതലും ചിറ്റയുടെ വീട്ടിലായിരിക്കും കേട്ടോ, കിഴക്കൂർത്ത് ചിറ്റയുടെ വീട്ടിലായിരിക്കും. പിന്നെ അങ്ങനെ അവിടെ നിന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ 2 പേരും കൂടെ കളിക്കും കേട്ടോ. പിന്നെ ഇവർക്ക് പോകാനുള്ള ധൃതിയിലാണ് കേട്ടോ, ഏട്ടനും അടുത്തേക്കൊക്കെ പോകാനുള്ള ധൃതിയിലാണ്. അതിനൊക്കെ പിന്നെ ക്യാൻ വെച്ചിട്ടുള്ള കളി എന്ന് പറയുന്നത് പുള്ളിക്കാരെ ഇച്ചിരി വെള്ളമുണ്ട് കേട്ടോ. അപ്പോൾ അത് അവിടെ ഒഴിച്ചിട്ടുണ്ടായിരുന്നു, അതാണ് അവിടെ അങ്ങനെ നോക്കിയിരിക്കുന്നത്. പിന്നെ 2 പേരും കൂടെ ഭയങ്കര കളിയിലാണ്. എന്തെങ്കിലും സാധനം ആരെങ്കിലും എടുക്കുന്ന കണ്ടാൽ പിന്നെ അത് മതി 2 പേർക്കും. 2 എണ്ണം ഉണ്ടായാലും ഒരു സാധനം ഒരാളെടുത്താൽ ആ ഒരു സാധനം മതി 2 പേർക്കും. അതിനാണ് അവിടെ വഴക്ക് കിടക്കുന്നത് കേട്ടോ. പിന്നെ എഴുത്തി കുളിച്ചിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ചന്ദനം തൊട്ടുകാരാണ് കേട്ടോ. പിന്നെ 2 പേർ എഴുതി കണ്ട പിന്നെ 2 പേർക്കും പിന്നെ അവർക്ക് മാമീനെ മതി, വേറെ ഒന്നും വേണ്ട. പിന്നെ അവരുടെ കൂടെ ഞങ്ങൾക്ക് കളിക്കാം. മാമി ഒരുങ്ങുമ്പോൾ അവിടെ ചെന്ന് നിൽക്കുക, അവിടുത്തെ സാധനങ്ങളൊക്കെ എടുക്കുക. ഇത് തന്നെയാണ് കേട്ടോ പതിവ് പോലെ നടക്കുന്നത് ഇവിടെ. അങ്ങനെ പിന്നെ അവർക്ക് പോകാനൊക്കെ എല്ലാം ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അവർ. അങ്ങനെ പിന്നെ എനിക്ക് സിനിമ കയറ്റി തരാണ് കേട്ടോ. പള്ളിച്ചട്ടമ്പി ഇറങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതിൻ്റെ മൂവിയാണ് കേട്ടോ. ആ മൂവി എനിക്ക് കയറ്റി തരിക, കാരണം ഇവർ ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കണമല്ലോ. അപ്പോൾ അങ്ങനെ അവൻ എനിക്ക് സിനിമയൊക്കെ കയറ്റി തന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ 2 പേരും പൈപ്പിനടുത്ത് നിന്ന് കളിക്കുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ പുതിയൊരു പഠിത്തമാണ് കേട്ടോ. അവിടെ ടാപ്പ് തുറന്ന് വെള്ളത്തിൽ കളിക്കാനാണ് കേട്ടോ അവിടെ അടുത്ത് ചെയ്യുന്നുണ്ട്. കാരണം ഇപ്പോൾ സോഫ അടുത്ത് കിടക്കുന്ന കാരണം പെട്ടെന്നാണല്ലോ. അപ്പം ഞാൻ വടിയെടുക്കും അടിക്കും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതുകൊണ്ട് 2 പേരും എന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പിന്നെ എഴുത്തി പിന്നെ പോകാനൊക്കെ ഒരുങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന വേറെ ഒന്നല്ല കേട്ടോ. പൊട്ടി ഇത് ചേരുന്നുണ്ടോ അമ്മു എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കാരണം എടുത്ത് എല്ലാം കുഞ്ഞു പൊട്ടൊക്കെ കേട്ടോ തൊട്ടുകൊണ്ട് പോകുന്നത്. അപ്പം നമ്മൾ എന്തെങ്കിലും സജഷനൊക്കെ പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു കൊടുക്കും കേട്ടോ. അങ്ങനെ പിന്നെ അവർ കഴിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാനൊന്ന് ആപ്പിളൊക്കെ ചെത്തുവാണ് കേട്ടോ. ചില നേരത്ത് നമ്മൾ ചെത്തി കഴിക്കാൻ കൊടുക്കുമ്പോൾ 2 പേർക്കും വേണ്ട. ഞാനിത് എഴുതിക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ചെത്താൻ എടുത്തപ്പോൾ 2 പേർക്കും വേണം കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ അതിനകത്ത് ചെത്തിയിട്ട് കുറച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ടും കുറച്ച് കഴിച്ചിട്ട് കുറച്ച് തുപ്പിക്കളയാണ് കേട്ടോ ചെയ്തത്. ചില നേരത്തെ കൂറ് പോലെ ഇരിക്കും, ചില നേരത്ത് പല സ്വഭാവമാട്ടോ 2നും. അപ്പം അത് അങ്ങനെയാണ്. പിന്നെ ഇപ്പോൾ ഇവർ പോകാനായിട്ട് ഒരുങ്ങിയപ്പോഴേക്ക് 2 പേരും ഇച്ചിരി നിർബന്ധവും വഴക്കമൊക്കെ ആയിട്ടോ. കാരണം അവർ പോകാൻ നേരം എടുക്കണം, വണ്ടി കൊണ്ടുപോകണം എന്നുള്ള രീതിയിലായിട്ടോ. പിന്നെ എടുത്തി പറയും, എപ്പോഴും പോകുമ്പോഴും എടുത്തി പറഞ്ഞു കൊടുക്കും, മാമി ജോലിക്ക് പോയിട്ട് വരട്ടെ, വൈകുന്നേരം വന്നിട്ട് നമുക്ക് കൊണ്ടുപോകാം എന്ന് പറയുമ്പോൾ അവർക്ക് ഏകദേശം മനസ്സിലാവുമെന്ന് തോന്നുന്നു. കാരണം 2 പേരും ടാറ്റയും കൊടുത്ത് നോക്കിക്കൊണ്ട് നിൽക്കും കേട്ടോ. പിന്നെ ഇവർ പോകുന്നോടം വരെ അവിടെ വാതിക്കയിൽ തന്നെ ടാറ്റായും കൊടുത്ത് നിൽക്കും കേട്ടോ. ഭയങ്കര സങ്കടമാണ് കേട്ടോ. മാമനൊക്കെ ഇവിടെ നിന്ന് അങ്ങോട്ട് പോയി കഴിയുമ്പോഴേ വണ്ടിയുടെ സൗണ്ട് കേൾക്കുമ്പോഴേ വാതിക്ക വന്ന് നോക്കും. രാത്രിയാണെങ്കിലും ചില നേരത്ത് വണ്ടിയുടെ സൗണ്ട് കേൾക്കുമ്പോഴേ വാതിക്കലൊക്കെ വന്ന് നോക്കാറുണ്ട് കേട്ടോ. പിന്നെ മാമനും മാമിയും പോയി കഴിഞ്ഞാൽ പിന്നെ 2 പേരും പിന്നെ സൈലൻ്റ് ആയിരിക്കും കേട്ടോ കുറേ നേരത്തേക്ക്. പിന്നെ അക്കു കുറച്ച് നേരം നിർബന്ധമായിരുന്നു. പിന്നെ അവൻ ഉറക്കം വന്ന് പിന്നെ അവരെയും കിടത്തി ഉറക്കി കേട്ടോ. ഹലോ, അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ അടുത്തൊരു വീഡിയോ എടുക്കുകയാണെന്നോടം വരെ ബൈ.